പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മാധുര്യമുള്ള നാമം ഉയർത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീതമായ ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ആത്മിക പ്രബുദ്ധരായിട്ടുള്ള ദൈവമക്കൾ, കർത്തൃദാസന്മാർ, എല്ലാവർക്കും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ വന്യ പരിശുദ്ധ നാമത്തിലുള്ള ക്രിസ്തീയ വന്ദനങ്ങൾ വിനീതമായി അറിയിക്കുന്നു. ഏറെ നാൾക്ക് ശേഷമാണ് നിങ്ങളോടൊപ്പം ഈ ബൈബിൾ ക്ലാസ്സിലായിരിക്കാൻ കർത്താവ് സഹായിച്ചത്. വിവിധ വിഷയങ്ങൾ നിമിത്തം അറ്റൻഡ് ചെയ്യുവാനൊന്നും കഴിഞ്ഞില്ല. എങ്കിലും വളരെ അപ്രതീക്ഷിതമായി ഇന്ന് ഒരു ക്ലാസ് എടുക്കണമെന്നിങ്ങനെ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓടി വന്ന ഒരു വിഷയം നിങ്ങളുമായി അല്പനിമിഷം ചിന്തിക്കാമെന്ന് കർത്താവിൽ ശരണപ്പെടുന്നു. ഈ സൂമിലുള്ള പലരുടെയും മുഖമൊന്നും കാണുന്നില്ല. ഒരു ബൈബിൾ ക്ലാസ് ആയതുകൊണ്ട് അതൊരു ഡിസ്കഷൻ മോഡലിൽ ഉള്ളൊരു ക്ലാസ്സായി പോയാലേ കൂടുതൽ അതിനകത്ത് ഒരു ശോഭനമുണ്ടാകും. കഴിയുന്ന ആളുകളൊക്കെ നിങ്ങളുടെ മുഖം വ്യക്തമാക്കിയാൽ നന്നായിരിക്കും. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം ക്രിസ്തുവിൻ്റെ ന്യായാസനം എന്നുള്ള വിഷയമാണ്. ആ ഭാഗത്തേക്കൊന്ന് പോകേണ്ടതിന് വേണ്ടി 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം, ധന്യനായ പൗലോസ് ശ്ലീഹ 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. 2 കൊരിന്തി ചാപ്റ്റർ 5 വേഴ്സ് 10. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. ഈ വാക്യാടിസ്ഥാനത്തിൽ നിന്ന് ക്രിസ്തുവിൻ്റെ ന്യായാസനം എന്ന വിഷയത്തെക്കുറിച്ച് അല്പമായി നിങ്ങളുമായി ഒന്ന് പങ്കുവെക്കാമെന്ന് കർത്താവ് ശരണപ്പെടുന്നു. വേദപുസ്തകം പഠിക്കുന്നവർക്കറിയാം, എബ്രായ ലേഖനം വളരെ വ്യക്തമാക്കുന്ന ഒരു സത്യമുണ്ട്. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യന് ദൈവം നിയമിച്ചിരിക്കുന്നു. എല്ലാ മനുഷ്യരും കടന്നു പോകേണ്ട നിയമിക്കപ്പെട്ട 2 വിഷയങ്ങളാണ്. 1 മരണം, 2 ന്യായവിധി. ഇപ്പോൾ നമ്മുടെ സയൻസും ശാസ്ത്ര സാങ്കേതിക വിദ്യയൊക്കെ വളർന്നു. മനുഷ്യൻ്റെ ആയുസ് കൂട്ടാനും മരിക്കാതിരിക്കാനുള്ള മരുന്ന് കണ്ടുപിടിക്കാനൊക്കെ പല രാജ്യങ്ങളിൽ ശ്രമങ്ങളൊക്കെ നടക്കുന്നു എന്നൊക്കെ അറിയുന്നുണ്ടെങ്കിലും ഇതെല്ലാം ദയനീയ പരാജയമായിരിക്കും. കാരണം ഇത് ദൈവം നിയമിച്ചതാണ് മരണം എന്ന് പറഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ നാം എല്ലാവരും ഈ ഭൂമിയിൽ നിന്നെല്ലാം വിട്ട് കടന്നു പോകേണ്ടി വരും. ഇടയ്ക്കൊക്കെ അതൊക്കെ ഒന്ന് ഓർത്താൽ നന്നായിരിക്കും. അതിനുശേഷം 2ാമതൊരു നിയമനമുണ്ട്. അത് മരണം കൊണ്ട് തീരുന്നതല്ല, അത് ന്യായവിധിയുടെ നിയമനമാണ്.
ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ വായിച്ചാൽ ഒത്തിരി ന്യായവിധികൾ കാണാൻ കഴിയുന്നുണ്ട്. വിവിധ സന്ദർഭങ്ങളിൽ ദൈവം നടത്തിയ, ജനം എപ്പോഴൊക്കെ ദൈവത്തിൻ്റെ വഴി വിട്ട് പാപത്തിലേക്ക് പോയോ അപ്പോഴൊക്കെ ദൈവം നടത്തിയ വിവിധ ന്യായവിധികൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ അതിൽ നിന്ന് വളരെ നാം സെലക്ട് ചെയ്ത് നോക്കിയാൽ 3 പ്രധാന ന്യായവിധികളെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ 3 ന്യായവിധികൾ എടുത്തു പറയാൻ കാര്യം, ഈ 3 ന്യായവിധികളും ഭാവിയിൽ സംഭവിപ്പാൻ പോകുന്ന സഭയുടെ ഉൽപ്രാവണത്തിന് ശേഷം കർത്താവിൻ്റെ മേഘപ്രത്യക്ഷതയിൽ സഭ എടുക്കപ്പെട്ടതിന് ശേഷം സംഭവിക്കാൻ പോകുന്ന 3 ന്യായവിധികൾ. അതാണ് ഏറ്റവും പ്രധാനം. അതിനെക്കുറിച്ച് ഓർത്താണ് നാം ഇന്ന് ജീവിതം നന്നായി കൊണ്ടുപോകേണ്ടത്. അതിലാദ്യത്തെ ന്യായവിധിയാണ് ക്രിസ്തുവിൻ്റെ ന്യായാസനം. പ്രൈസ് ഗോഡ്. അതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ 2 കൊരിന്ത്യർ 5:10 വായിച്ചത്. രണ്ടാമത് ഒരു ന്യായവിധി സംഭവിക്കാൻ പോകുന്നു. ആ ന്യായവിധിയുടെ പേര് ക്രിസ്തുവിൻ്റെ ന്യായാസനം എന്നുള്ളതാണ് ആദ്യത്തേത്. രണ്ടാമത്തേതിൻ്റെ പേര് തേജസ്സിൻ്റെ സിംഹാസനം എന്നാണ്. തേജസ്സിൻ്റെ സിംഹാസനം എന്നുള്ളതാണ്. സ്തോത്രം. മത്തായി സുവിശേഷം 25-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിൽ നമുക്കതിനെക്കുറിച്ച് വിശദമായി കാണുവാൻ കഴിയും. മൂന്നാമത്തെ ന്യായവിധി അന്ത്യന്യായവിധി എന്നാണ് അതിനെ വിളിക്കുന്നത്, അല്ലെങ്കിൽ വെള്ള സിംഹാസന ന്യായവിധി. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങൾ അത് വ്യക്തമാക്കുന്നു. ബൈബിളിലെ മുഴുവൻ ന്യായവിധികളെക്കുറിച്ചും നിങ്ങൾ അറിഞ്ഞില്ലെങ്കിലും സംഭവിപ്പാൻ പോകുന്ന ഈ 3 ന്യായവിധികളെക്കുറിച്ച് നിങ്ങൾ അറിയുകയും പഠിക്കുകയും അതിനുവേണ്ടി ജീവിതത്തെ സൂക്ഷിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഒന്ന്, ക്രിസ്തുവിൻ്റെ ന്യായാസനം. 2, തേജസ്സിൻ്റെ സിംഹാസനം. 3, അന്ത്യന്യായവിധി അല്ലെങ്കിൽ വെള്ള സിംഹാസനം. എന്നാൽ നമ്മൾ ഇന്ന് ഈ 3 ന്യായവിധികളിൽ രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദൽ ഫേസ് ചെയ്യേണ്ടി വരുന്നത് ആദ്യത്തെ ന്യായവിധിയിലാണ്. ഏതാണ്? ക്രിസ്തുവിൻ്റെ ന്യായാസനം. രക്ഷിക്കപ്പെട്ട് വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന ദൈവമക്കൾ അവർ തേജസ്സിൻ്റെ സിംഹാസനത്തിൻ്റെ മുമ്പിലും വെള്ള സിംഹാസനത്തിൻ്റെ മുമ്പിലും നിൽക്കേണ്ടി വരികയില്ല. അവർ നിൽക്കേണ്ടി വരുന്ന ഒരു സിംഹാസനമുണ്ട്, അത് ക്രിസ്തുവിൻ്റെ ന്യായാസനമാണ്. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് മാത്രം ഞാൻ ചിന്തിക്കുന്നത്. നമ്മളിന്ന് ഇവിടെ ദൈവമക്കളാണല്ലോ കൂടി വന്നിരിക്കുന്നത്, അതുകൊണ്ടാണ്. മറ്റ് പ്ലാറ്റ്ഫോമുകളാണെങ്കിൽ മറ്റു ന്യായവിധികളെക്കുറിച്ചും കൂടെ ഞാൻ പറഞ്ഞേനെ. അതുതന്നെയല്ല, നമുക്ക് സമയം വളരെ പരിമിതവുമാണ്. ഇനി നമുക്ക്
വിശ്വാസിക്ക് ന്യായവിധി ഉണ്ടോ? അതൊരു ചോദ്യമാണ്. ഇവിടെ പല സംഘടനയിലുള്ള പല സഭാ നേതൃത്വങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ചിലർ പറയുന്നു ന്യായവിധി ഉണ്ട്, ചിലർ പറയുന്നു ന്യായവിധി ഇല്ല. എന്താണ് വേദപുസ്തകം ഇതിനെക്കുറിച്ച് പറയുന്നത്? ഒരു വിശ്വാസിക്ക് 3 നിലയിലുള്ള ന്യായവിധികളാണുള്ളത്. 3 നിലയിലുള്ള ന്യായവിധി, അങ്ങനെയാണ് നമുക്കതിനെ വിളിക്കാൻ കഴിയുന്നത്. ഒന്ന്, കഴിഞ്ഞ കാലത്തിലെ പാപത്തിൻ്റെ ന്യായവിധി, അല്ലെങ്കിൽ കഴിഞ്ഞു പോയ കാലത്തിലെ പാപത്തിൻ്റെ ന്യായവിധി. നമ്മളതിപ്പോൾ അനുഭവിക്കേണ്ട കാര്യമില്ല. കാരണം ആ ന്യായവിധി കർത്താവ് നമുക്ക് പകരം ക്രൂശിലേറ്റെടുത്തു. അതുകൊണ്ട് അതിനെ കഴിഞ്ഞുപോയ ന്യായവിധി എന്നും വിശേഷിപ്പിക്കാം. കഴിഞ്ഞുപോയ കാലത്തിലെ നമ്മുടെ പാപത്തിൻ്റെ ന്യായവിധി നമുക്ക് പകരം കർത്താവ് ക്രൂശിൽ ഏറ്റെടുത്തു. സ്തോത്രം. രണ്ട്, പുത്രൻ എന്ന നിലയിൽ ഇന്ന് അനുഭവിക്കുന്ന ന്യായവിധി. പുത്രൻ എന്ന നിലയിൽ ഇന്ന് അനുഭവിക്കുന്ന ന്യായവിധി. ആ ന്യായവിധിക്ക് എബ്രായ ലേഖനം കൊടുത്തിരിക്കുന്ന ഒരു ഓമന പേര് ബാലശിക്ഷ എന്നാണ്. എബ്രായ ലേഖനം 12-ാം അധ്യായം 7-8 വാക്യങ്ങൾ അത് വ്യക്തമാക്കുന്നു. ഈ ബാലശിക്ഷ ആർക്കാണെന്നും ആർക്കില്ലെന്നും അവിടെ പറയുന്നുണ്ട്. 12-ന്റെ 8-ാം വാക്യം പറയുന്നു, എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതെ ഇരിക്കുന്നു എങ്കിൽ നിങ്ങൾ മക്കളല്ല, കൗലടയന്മാരത്രേ. അർത്ഥാൽ നിങ്ങൾക്ക്, അവിടെ മക്കൾ എന്നുള്ളതിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് സൺസ് എന്നാണ്, പുത്രന്മാർ. നിങ്ങൾക്ക് മക്കൾ അല്ലെങ്കിൽ പുത്രത്വം ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാലശിക്ഷ നിശ്ചയമായും ഉണ്ടാകും. ബാലശിക്ഷ ഒരാൾക്കില്ലെങ്കിൽ ഓർക്കുക, ആ ആൾ കൗലടയനാണ്. കുറച്ചുകൂടെ മലയാളത്തിൽ പറഞ്ഞാൽ ജാരസന്തതിയാണ്, അല്ലെങ്കിൽ നിയമാനുസൃതമല്ലാതെ ഉണ്ടായ സന്തതി. അപ്പോൾ ചിലർക്ക് സംശയം തോന്നും, ചില ആളുകളൊക്കെ സഭയ്ക്കകത്തൊക്കെ ഉണ്ട്, പക്ഷെ അവർക്ക് എന്ത് തെറ്റ് ചെയ്താലും ഒരു ശിക്ഷയില്ല. സംശയിക്കണ്ട, അത് കൗലടയൻ തന്നെയാണ്. സഭയിൽ കയറി എന്നതുകൊണ്ട് അവർക്ക് പുത്രത്വം കിട്ടണമെന്നില്ല. അവർ IPC, ചർച്ചക്കോട്, ഷാരോൺ AG സംഘടനയിലാണ് അവർ കയറിയത്, സഭയ്ക്കകത്ത് കയറിയിട്ടില്ല. സഭയ്ക്കകത്ത് വരുന്നത് രക്ഷിക്കപ്പെട്ടവരെ ദിനംപ്രതി സഭയോട് ഉയർത്തുന്ന രക്ഷിക്കപ്പെട്ടവരാണ് വരുന്നത്. ഞങ്ങളുടെ അടുത്തൊരു
കുഞ്ഞോൻചാൻ ഉണ്ടായിരുന്നു. അദ്ദേഹം കത്തോലിക്ക സമുദായത്തിൽ നിന്നു. അദ്ദേഹം എങ്ങനെയോ പെട്ടെന്ന് സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും കടുത്ത എതിർപ്പായിരുന്നു പെന്തക്കോസ്ത് എന്ന് പറഞ്ഞാൽ. പക്ഷെ അദ്ദേഹം പറഞ്ഞു, നാളെ മുതൽ ഞാൻ ഇവിടെ അടുത്തുള്ളൊരു പെന്തക്കോസ്ത് ചർച്ചിലാണ് പോകുന്നത്. നിങ്ങളും എൻ്റെ കൂടെ അവിടെ വന്നാൽ മാത്രമേ നാളെ മുതൽ ഞാൻ ഈ വീട്ടിലെ ചിലവുകൾ നടത്തൂ, ഞാൻ ഈ വീട്ടിലെ കാര്യങ്ങൾ നോക്കൂ. ഭാര്യയും പിള്ളേരും വീട്ടിലായി. ഇത് കഥയല്ല, സംഭവിച്ച കാര്യമാണ്. പിറ്റേ ഞായറാഴ്ച അദ്ദേഹം പോകാൻ ഒരുങ്ങിയപ്പോൾ ഭാര്യയും പിള്ളേരും അദ്ദേഹത്തിനോട് ഒരുങ്ങി. വേറെ മാർഗമില്ല. അദ്ദേഹം IPC ചർച്ചിൽ പോയി, ഭാര്യയും പിള്ളേരും പോയി. അതിൽ രക്ഷിക്കപ്പെട്ടയാൾ കുഞ്ഞോൻചാനേ ഉള്ളൂ. ഭാര്യ മക്കൾ എവിടെയാ? IPCയിലാ. പക്ഷെ കൗലടയന്മാരാ. അവരാ IPC ചർച്ചിൽ ഇരുന്നു കൊണ്ട് എന്തെല്ലാം കാണിച്ചാലും ദൈവം അവരെ ശിക്ഷ വിധിക്കില്ല. കാരണം അവർ നുഴഞ്ഞു കയറിയവരാ, രക്ഷിക്കപ്പെട്ടു വന്നതല്ല. ഇങ്ങനെ ഒത്തിരി എണ്ണം ഇന്ന് സഭകളിലുണ്ട്. അവരിവിടെ ഏതെല്ലാം ദൈവദാസന്മാരുടെ കുത്തിന് പിടിച്ചാലും മുളക് പൊടി എടുത്തെറിഞ്ഞാലും എന്തെല്ലാം കാണിച്ചാലും അവർക്കിവിടെ ശിക്ഷയില്ല. അവരുടെ ശിക്ഷ വേറെ ഒരു സ്ഥലമാണ്. ആ ശിക്ഷ നടപ്പാക്കുന്ന സിംഹാസനത്തിലൊന്നാണ് മുമ്പേ നമ്മൾ പറഞ്ഞ 3 ഒരെണ്ണം, ഫൈനൽ ജഡ്ജ്മെൻറ്റ്സ്. പക്ഷേ നിങ്ങൾ പുത്രത്വത്തിലാണോ? നിങ്ങളൊരു നുണ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ ശിക്ഷയുണ്ട്. പുത്രന്മാരുടെ ശിക്ഷ അവർ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തതിന്, പുത്രന്മാരുടെ ശിക്ഷ ശരീരത്തിൽ തന്നെ അവർ കൊയ്യും. ഒന്നുകൂടെ ഇറങ്ങി പറഞ്ഞാൽ, ജഡത്തിൽ വിതച്ചതിന് ജഡത്തിൽ തന്നെ കൊയ്യും. അതിൻ്റെ പേരാണ് ബാലശിക്ഷ. പക്ഷേ കേൾക്കാൻ നല്ല സുഖമാണെങ്കിലും അതനുഭവിക്കുമ്പോൾ ഒരല്പം പെയിൻഫുള്ളാണ്. ദൈവം അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ തുടർച്ചയായി അടുത്ത ക്ലാസ്സിൽ ബാക്കി ചിന്തിക്കാം. കാര്യം ഓടിച്ചു പറഞ്ഞു പോയി തീർക്കാൻ പറ്റുന്നൊരു വിഷയമല്ലിത്. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് കൊണ്ട് എനിക്കത് തീർക്കാൻ കഴിയില്ല. അടുത്ത ക്ലാസ് കൂടെ എടുത്ത് നമുക്ക് ഡീറ്റെയിൽ ആയി തീർക്കാം. അപ്പോൾ ബാലശിക്ഷ ആർക്കാണ് ലഭിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, പുത്രന്മാർക്കാണ്. ഈ ബാലശിക്ഷയുടെ ഉദ്ദേശം ഒരാളെ നശിപ്പിക്കുക എന്നുള്ളതല്ല. ബാലശിക്ഷയുടെ ഉദ്ദേശം എബ്രായ ലേഖനം 12-ാം അധ്യായം 10-ാം വാക്യം പറയുന്നു, അവർ ശിക്ഷിച്ചത് കുറേ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. അടുത്ത് പറയുകയാണ്, അവനോ നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നു. അവൾ നമ്മെ ഇല്ലാതാക്കാനോ നശിപ്പിക്കാനോ അല്ല ബാലശിക്ഷ, പിന്നെ നാം ദൈവത്തിൻ്റെ വിശുദ്ധിയിലേക്ക് ഉയർന്നു വരുവാൻ, നമ്മുടെ ഗുണീകരണത്തിനു വേണ്ടിയാണ് ദൈവം നമ്മെ ബാലശിക്ഷയ്ക്ക് വിധിക്കുന്നത്. കൊരിന്ത്യർ ലേഖനത്തിൽ കർത്തൃമേശയ്ക്ക് വായിക്കുന്നൊരു വാക്യമുണ്ട്, നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. ബാലശിക്ഷ നീ പ്രാപിച്ചില്ലെങ്കിൽ ലോകത്തോടുകൂടെ നീ ശിക്ഷാവിധിയിൽ അകപ്പെടേണ്ട ഒരു അവസ്ഥയുണ്ടാകും. വെള്ളസിംഹാസനത്തിന് മുമ്പ് നിൽക്കേണ്ടി വരും. അതുകൊണ്ട് കർത്താവ് പുത്രത്വത്തിലുള്ളവരെ അപ്പൻ എന്ന നിലയിൽ കർത്താവ് ശിക്ഷിക്കുകയും അവരെ വിശുദ്ധീകരിക്കുവാൻ ഗുണീകരണത്തിനുമായി കർത്താവ് ശിക്ഷാ നടപടികൾ ചെയ്യും. സ്തോത്രം. ഇനി ഈ ബാലശിക്ഷയിൽ എന്തെല്ലാം പെടും? അതൊരു വലിയ വിഷയമാണ്. സ്തോത്രം. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഏതെല്ലാം വിധത്തിലുള്ള ബാലശിക്ഷ ഉണ്ടെന്നൂടെ പറയാം.
എപ്പോഴാണ് ഒരാളെ ബാലശിക്ഷയ്ക്ക് ദൈവം വിധേയപ്പെടുത്തുന്നത്? എപ്പോഴാണ് ഒരാളെ ദൈവം ബാലശിക്ഷയ്ക്ക് വിധേയപ്പെടുത്തുന്നത്? 3 കാരണങ്ങൾ വേഗം പറയാം. 1, 3 അല്ല 4 കാരണങ്ങളുണ്ട്, 4ഉം ചിന്തിക്കാം. 1, പാപം ചെയ്തിട്ട് സ്വയം നീതീകരിക്കുവാൻ തുടങ്ങുമ്പോഴാണ് ദൈവം ഒരാളെ ബാലശിക്ഷയ്ക്ക് വിധേയപ്പെടുത്തുന്നത്. അവർ പാപം ചെയ്തു, പക്ഷേ അവരാ പാപത്തെ എന്തു ചെയ്യാണ്? സ്വയം നീതീകരിക്കുക. അങ്ങനെ പല ആളുകളുണ്ട്. കാരണം ഞാൻ ചെയ്തത് ശരിയല്ലേ, ഞാൻ പറഞ്ഞ ശരിയല്ലേ, എന്തായാലും അത് തെറ്റുള്ളത്, സ്വയം എന്തു ചെയ്യുക? നീതീകരിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ദൈവം അവരെ ബാലശിക്ഷയിലേക്ക് കൊണ്ടുപോകും. ഇരമ്യാവിൻ്റെ പുസ്തകത്തിലേക്ക് വരാം. അതിൻ്റെ ഒരു തെളിവ് ഇരമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് ശ്രദ്ധയെ കൊണ്ടുവരാം. 35-ാമത്തെ വാക്യം, 2-ാം അധ്യായം 35-ാമത്തെ വാക്യം. നീയോ ഞാൻ കുറ്റമില്ലാത്തവൾ, അവൻ്റെ കോപം എന്നെ വിട്ടുമാറിയിരിക്കുന്നു, സത്യമെന്ന് പറയുന്നു. ഞാൻ പാപം ചെയ്തിട്ടില്ല എന്ന് നീ പറയുന്നത് കൊണ്ട് ഞാൻ നിന്നോട് വ്യവഹരിക്കും. ഇവിടെ പറയുന്നത് പാപം ചെയ്തിട്ടില്ല, പാപം ചെയ്തിട്ട് സ്വയം നീതീകരിക്കുകയാണ്. ഇസ്രായേലിനെ കുറിച്ചാണ്. എന്താ നീതീകരിക്കുന്നത്? ഞാൻ കുറ്റമില്ലാത്തവളാണ്, എനിക്ക് കുറ്റമൊന്നുമില്ല, ഞാൻ ചെയ്തതിനകത്ത് എന്താ തെറ്റ്, ഞാൻ പറഞ്ഞതിനകത്ത് എന്താ തെറ്റ്? എന്ന് മാത്രമല്ല, ഞാൻ പാപം ചെയ്തിട്ടില്ല എന്ന് നീ പറയുന്നത് കൊണ്ട് ദൈവം പറയുകയാണ്, ഞാൻ നിന്നോട് എന്തു ചെയ്യും? വ്യവഹരിക്കും, നിന്നെ ബാലശിക്ഷയ്ക്ക് വിധേയപ്പെടുത്തും. 2, എപ്പോഴാണ് ബാലശിക്ഷയ്ക്ക് വിധേയപ്പെടുത്തുന്നത്? 2, പാപം മറ്റുള്ളവരുടെ മേൽ ചുമത്തുമ്പോൾ ദൈവം ബാലശിക്ഷയ്ക്ക് വിധേയപ്പെടുത്തും. പാപം മറ്റുള്ളവരുടെ മേൽ ചുമത്തുമ്പോൾ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നമുക്കറിയാമല്ലോ, വായിക്കേണ്ട കാര്യമില്ല, ഞാനൊന്ന് പറയുക. ആദമും ഹവ്വായും പാപം ചെയ്തു. പക്ഷേ ദൈവം വന്ന് ആദമിനോട് ചോദിക്കുമ്പോൾ, തെറ്റു ചെയ്ത ആദമിനോട് ദൈവം വന്ന് ചോദിക്കുമ്പോൾ ആദം സറണ്ടർ ചെയ്യുകയല്ല, തെറ്റു സമ്മതിക്കുകയല്ല. പിന്നെ നീ എനിക്ക് തന്ന ഇവൾ എനിക്ക് തന്നു, ഞാൻ തിന്നു എന്ന് പറഞ്ഞാൽ ഞാൻ തെറ്റ് ചെയ്തു പോയി എന്ന് ദൈവത്തിൻ്റെ കാൽക്കൽ വീഴുകയല്ല, പഴി ഹവ്വയുടെ മേൽ ചാരുകയാ. കുഞ്ഞേ, ബാലശിക്ഷയിലേക്ക് ദൈവം നിന്നെ വിടും. സ്തോത്രം. 3, എപ്പോഴാണ് ബാലശിക്ഷയ്ക്ക് ഒരാളെ വിധേയപ്പെടുത്തുന്നത്? പാപം മൂടി വെക്കുമ്പോൾ ദൈവം ബാലശിക്ഷയിലേക്ക് നമ്മെ വിധേയപ്പെടുത്തും. സദൃശവാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഇരുപത്തിയെട്ടാം അധ്യായം 13-ാം വാക്യം പറയുന്നു, തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും.
ഇങ്ങനെ മൂടി വെക്കുക. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ ആരും അറിഞ്ഞില്ല, സഭയിലെ പാസ്റ്റർ അറിഞ്ഞില്ല, ഭാര്യ അറിഞ്ഞില്ല, ഭർത്താവ് അറിഞ്ഞില്ല, നാട്ടുകാരറിഞ്ഞില്ല, ആരും അറിഞ്ഞില്ല. ഫോണിനകത്തായിരിക്കാം, കമ്പ്യൂട്ടറിലാകാം, രഹസ്യമാകാം, ആരും അറിഞ്ഞില്ല, മൂടി വച്ചേക്കല്ലേ. ആരും അറിയാത്തതുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്യാം. പക്ഷെ ദൈവം നിന്നെ വെയിറ്റ് ചെയ്തിരിക്കുക. എന്തിന്? സംഭവിച്ചതിൽ നിനക്ക് പശ്ചാത്താപമുണ്ടോ? നീ അനുതപിക്കുന്നുണ്ടോ? മടങ്ങി വരുന്നുണ്ടോ? പക്ഷേ നീ മൂടി വെച്ച് മുന്നോട്ട് പോയാൽ ഇപ്പം നിനക്ക് കിട്ടിയ ഈ സമയം ഗ്രേസ് പീരീഡാ. എന്താ? നീ സ്വയം ഏറ്റുപറഞ്ഞ് മടങ്ങി വരാൻ ദൈവം വെയിറ്റ് ചെയ്യാണ്. അല്ലെങ്കിൽ നീ അത് മറച്ചുകൊണ്ട് ആ പാപത്തിൽ തുടർന്നാൽ നിശ്ചയമായും ബാലശിക്ഷയ്ക്ക് വിധേയപ്പെടും. ദാവീദിൻ്റെയൊക്കെ ചരിത്രം എനിക്ക് പറയാൻ സമയം ഇല്ല, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഓടിച്ചു പോകുകയാണ്. സമയമുണ്ടെങ്കിൽ പിന്നീട് പറയാം. 4, എപ്പോഴാണ് ദൈവം ബാലശിക്ഷയ്ക്ക് വിധേയപ്പെടുത്തുന്നത്? തന്നെത്താൻ വിധിച്ചില്ലെങ്കിൽ ദൈവം നമ്മെ ബാലശിക്ഷയ്ക്ക് വിധേയപ്പെടുത്തും. 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം 31-32 വാക്യങ്ങൾ. തന്നെത്താൻ വിധിച്ചില്ലെങ്കിൽ. നമ്മുടെ ഒരു സ്വഭാവം എന്താ? മറ്റുള്ളവരെ വിധിക്കാനാണ് ഇൻട്രസ്റ്റ്. വേദപുസ്തകം പറയുന്നത് വ്യസനത്തിനുള്ള മാർഗം നിൻ്റെ അടുത്തിരിക്കുന്നതിലുണ്ടോ എന്ന് പരിശോധിക്കാനല്ല, എന്നിലുണ്ടോ എന്ന് പരിശോധിച്ച് ശാശ്വത മാർഗത്തിൽ മടങ്ങി വരണം. നീ നാട്ടുകാരെ വിധിച്ച് നടക്കുമ്പോൾ, കണ്ണി കാണുന്നവരുടെ എല്ലാം കുറ്റം പറഞ്ഞ് നടക്കുമ്പോൾ, നീ നിന്നെ വിധിക്കുന്നില്ലെങ്കിൽ നിനക്കൊരു വിധി വരും. അത് നീ കുറ്റപ്പെടുത്തിയവരെല്ലാം കാണും. സംഭവിക്കാതിരിക്കാൻ അനുദിന ജീവിതത്തിൽ തന്നെത്താൻ വിധിച്ച് ആ ബാലശിക്ഷയിൽ നിന്ന് ഒഴിവാകാൻ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ആവശ്യപ്പെടുന്നു. അപ്പോൾ ഈ 4 കാരണങ്ങൾ നിമിത്തമാണ് ബാലശിക്ഷയിലേക്ക് ഒരാൾ പോകുന്നത്. ഇനി എന്തൊക്കെയാണ് ബാലശിക്ഷയിൽ ഉൾപ്പെടുന്നത്? എന്തൊക്കെയാണ് ബാലശിക്ഷയിൽ ഉൾപ്പെടുന്നത്? സാധാരണ ബൈബിൾ ക്ലാസ് നിർത്തേണ്ട സമയമായി എന്നെനിക്ക് തോന്നുന്നു. 8 മണി. എത്ര മണി വരെയാണ് സാധാരണ ഉള്ളത്? 8:30. ഓക്കെ, അത്രയും പോയില്ലെങ്കിലും നമുക്ക് അതിനടുത്ത് വരെ പോകാം. സാറേ, സമയം കിട്ടുമ്പോ ഇതിന്റെ ബാക്കിയൊന്ന് പഠിപ്പിക്കണേ. നിശ്ചയമായി അടുത്ത ക്ലാസ്സിലുണ്ടാകും. 1, ബാലശിക്ഷയായി വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? 1, രോഗങ്ങൾ ബാലശിക്ഷയായി വരാം. അപ്പോൾ തന്നെ ഒരു കാര്യം പറയാം, എല്ലാ രോഗങ്ങളും ബാലശിക്ഷയല്ല. രോഗങ്ങൾ ബാലശിക്ഷയായി വരാം. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ പൗലോസിന് വന്ന ശൂലം അത് രോഗമാണ്. അങ്ങനെയാണ് ചിന്തകന്മാർ പറയുന്നത്. നമുക്ക് ബൈബിളിൽ വ്യക്തമായ തെളിവില്ല, ശൂലമാണ്. പക്ഷെ അത് ദൈവം ഇട്ടത് ബാലശിക്ഷയല്ല. പിന്നെ പൗലോസ് വെളിപ്പാടിൻ്റെ ആധിക്യത്താൽ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന്, അപ്പോൾ അത് ബാലശിക്ഷയായിട്ട് വന്ന രോഗമല്ല. പിന്നെ കർത്താവ് തൻ്റെ ഐഹിക ശുശ്രൂഷ കാലഘട്ടത്തിൽ ഒരു കുരുടൻ്റെ കാര്യം ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഇത് ഇവനോ ഇവൻ്റെ അപ്പനോ അമ്മയോ ഇവനോ പാപം ചെയ്തിട്ടാണോ? കർത്താവ് പറഞ്ഞല്ല, ഇത് ദൈവനാമം മഹത്വപ്പെടേണ്ടതിന്. കണ്ടോ? ലാസറിൻ്റെ രോഗം വന്നപ്പോഴും പറഞ്ഞത് എന്താ? ഈ ദീനം മരണത്തിനല്ല, ഇത് മഹത്വത്തിനാണ്. പിന്നെ നാച്ചുറലായിട്ട് വരുന്ന രോഗങ്ങൾ വേറെയുണ്ട്. പല രീതിയിൽ രോഗങ്ങൾ വരാം. പക്ഷേ രോഗങ്ങളിൽ എല്ലാം ബാലശിക്ഷയല്ലെങ്കിലും
ചിലതൊക്കെ ബാലശിക്ഷ തന്നെയാണ്. മറ്റ് രോഗങ്ങളൊക്കെ മരുന്ന് കഴിച്ചാൽ മാറിയെന്നിരിക്കാം. പക്ഷെ ഇത് മാറണമെങ്കിൽ ഏതുദ്ദേശത്തിന് വേണ്ടിയാണോ ദൈവം ഈ ബാലശിക്ഷ നിനക്ക് നൽകിയത് അത് പൂർത്തീകരിക്കാതെ ഇത് മാറുകയില്ല. പാപം നിമിത്തം രോഗം വരും. ബാലശിക്ഷ എന്ന് പറയുമ്പം പാപനിമിത്തമുള്ളതാണല്ലോ ബാലശിക്ഷ. അപ്പോൾ ബാലശിക്ഷയിൽ വരുന്ന ഒന്നാണ് രോഗം എന്നുള്ളതിൻ്റെ തെളിവാണ് യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 14-16 വരെയുള്ള വാക്യങ്ങൾ. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. അവിടെ യാക്കോബ് പറയുന്നത്, നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വിളിച്ചു വരുത്തട്ടെ. അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടുകൂടെയുള്ള പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അടുത്ത സെന്റൻസ് നോക്കി, അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ, കണ്ടോ, അവനോട് ക്ഷമിക്കും. അപ്പോൾ എഴുന്നേൽക്കണമെങ്കിൽ എന്ത് വേണം? പാപം ചെയ്തത് ഏറ്റു പറഞ്ഞാലേ ദൈവം ക്ഷമിക്കൂ. അതുകൊണ്ടാണ് അടുത്ത സെൻറ്റൻസിൽ പറയുന്നത്, നിങ്ങൾക്ക് രോഗശാന്തി വരണമെങ്കിൽ എന്ത് ചെയ്യണം? തമ്മിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഒരുവൻ മറ്റൊരുത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം. സഭയ്ക്കകത്ത് തമ്മിൽ മിണ്ടാതെയും തമ്മിൽ ഉടക്കിയും പിണങ്ങിയിരിക്കുമ്പോൾ രോഗസൗഖ്യം നിനക്കുണ്ടാകുകയില്ല. രക്തബന്ധങ്ങൾ തമ്മിൽ, ചുറ്റുപാടുള്ളവർ തമ്മിൽ നീ ഐക്യതയില്ലാതെ പിണങ്ങിയിരിക്കുമ്പോൾ പാപം ഏറ്റുപറയാതെ ഏത് രോഗശാന്തി സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് പോയാലും സൗഖ്യം പെർമനൻ്റ് ആകില്ല. അതെന്താന്ന് അങ്ങനെ പറയാൻ കാര്യം ചോദിച്ചാൽ, നമ്മൾ ചില സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്തൊക്കെ പോകും. അവിടെ വലിയ മൈക്കൊക്കെ വെച്ച് ഭയങ്കര പാട്ടും ആരാധന നടക്കുമ്പോൾ ബ്രദർ സൗഖ്യമായെന്ന് വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയാൻ പറ്റുമോ? അന്നേരപ്പുറത്തെ ഒരു അറ്റ്മോസ്ഫിയറിലാണെന്ന് പറയും. പക്ഷേ വീട്ടിൽ വരുമ്പം വീണ്ടും നമുക്ക് അസുഖമായിരിക്കും. പബ്ലിക് സ്റ്റേഡിയത്തിൽ നിന്ന് ഒരാളെ കണ്ണാടി ഊരിച്ച് സൗഖ്യമായെന്ന് പറഞ്ഞു, ഞാൻ കണ്ടതാണ്. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഈ പുള്ളി കണ്ണാടി വെച്ചോണ്ട് വരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, നീയല്ലേ അന്ന് കണ്ണാടി ഊരി സൗഖ്യമായെന്ന് പറഞ്ഞ്? അപ്പോൾ അവൻ പറഞ്ഞത്, ആ പുള്ളിക്ക് അങ്ങനെയൊക്കെ പറയാം, എനിക്ക് കണ്ണ് കാണത്തില്ലെന്ന്. പാപം ഏറ്റുപറയണം. ബാലശിക്ഷയാണെങ്കിൽ പാപം ഏറ്റുപറഞ്ഞാലേ സൗഖ്യമുള്ളൂ. ബാലശിക്ഷയാണെങ്കിൽ. ഇനി അത് മാത്രമല്ല, യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഒരു സൗഖ്യം നടത്തുന്നു. നമുക്ക് വളരെ പരിചയമുള്ള ഒരാളാണ്. 38 വർഷമായി കുളക്കരയിൽ കിടന്ന ഒരു തളർവാദ രോഗി. സ്തോത്രം. ഈ മനുഷ്യനെ സൗഖ്യമാക്കി കഴിഞ്ഞപ്പം കർത്താവ് അവനോട് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റാണ് എന്നെ ചിന്തിപ്പിച്ചത്. സൗഖ്യം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഒറ്റ പോക്ക് പോയി. ഒരു താങ്ക്സ് പോലും പറഞ്ഞില്ല, ഒറ്റ പോക്ക് പോയി. പിന്നെ അവനെ കണ്ടിട്ടില്ല. അങ്ങനെ പല പുള്ളികളും. പക്ഷെ കർത്താവ് എന്നെ ആലയത്തിൽ വെച്ച് 2ാമത് കണ്ടപ്പോൾ അവനോട് പറഞ്ഞു, സൗഖ്യമൊക്കെ കിട്ടിയല്ലോ അല്ലേ? കിട്ടി. എന്നാൽ കർത്താവ് പറയുക, നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ. അതെ, എന്നാൽ അധികം തിന്മയായി ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ഇനി പാപം ചെയ്യരുതെന്ന് പറഞ്ഞ അർത്ഥം എന്താ? നീ ചെയ്തതിൻ്റെ 38 വർഷം കടന്നത്. നീ പാപം ചെയ്തതിൻ്റെ 38 വർഷം കടന്നത്. ഇനിയിപ്പം ഞാൻ സൗഖ്യം തന്നു. ആ പാപം ഞാൻ ക്ഷമിച്ചു, നിനക്ക് സൗഖ്യം തന്നു. ഇനി നീ പാപം ചെയ്താൽ അധികം തിന്മയായി ഭവിക്കും. 38ൻ്റെ സ്ക്വയർ കിടക്കേണ്ടി വരും. അപ്പോൾ കണ്ടോ, പാപനിമിത്തം എന്തു വരും? രോഗം വരും. അപ്പോൾ ബാലശിക്ഷയായി
ഒരാൾ പാപം ചെയ്താൽ ആ പാപത്തിൽ തുടർന്നാൽ ബാലശിക്ഷയായി ദൈവം പാപ നിമിത്തം രോഗങ്ങളയക്കും. അത് മാറണമെങ്കിൽ വീട്ടിൽ പോയി നിങ്ങൾ രോഗം അനുഭവിക്കും. ആശുപത്രി ചെന്ന് ചെക്ക് ചെയ്യുമ്പോൾ രോഗം കാണുകയില്ല, മിഷനെ തെളിഞ്ഞെന്ന് വരത്തില്ല. പക്ഷെ വീട്ടിൽ വരുമ്പോൾ നീ രോഗിയാണ്. അത് ഹോസ്പിറ്റലിനും മെഡിക്കൽ സയൻസിനും കണ്ടുപിടിക്കാൻ പറ്റാത്തത് ഇത് ബാലശിക്ഷയാണ്. ഇതിനൊരു മാർഗമുള്ളൂ. ആ പാപികളിൽ ഞാനാണ് ഒന്നാമനെന്ന് പറഞ്ഞ പൗലോസിനെ പോലെ ഏറ്റുപറയാനും പശ്ചാത്തപിക്കാനും മടങ്ങി വരാനും തയ്യാറാകുക. മറ്റൊരു ഓപ്ഷൻ ഇവിടെ ഇല്ല. സ്തോത്രം. 2, ബാലശിക്ഷയിൽപ്പെടുന്ന രണ്ടാമത്തെ കാര്യമാണ് ധനനഷ്ടം അല്ലെങ്കിൽ സാമ്പത്തിക ഞെരുക്കം. നമുക്കൊരു സാമ്പത്തിക ഞെരുക്കം വന്നാൽ, ധനനഷ്ടം വന്നാൽ നമ്മൾ പിശാചിൻ്റെ പിടലിക്കോട്ട് വെച്ച് കൊടുക്കും. പ്രവാചകന്മാരും കൂടെ ഉണ്ട്, പറയുകയും വേണ്ട. നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, സാത്താന് നിങ്ങളുടെ 5000 രൂപയോ അല്ലെങ്കിൽ 1,00,000 രൂപയോ കിട്ടിയിട്ട് എന്തോ പ്രയോജനം? യേശുവിനോട് വരെ പറഞ്ഞ പുള്ളിയാ എന്ത്, ഈ കാണുന്ന എല്ലാം എൻ്റേതാ, എന്നെ ഒന്ന് വീട് നമസ്കരിച്ച് ഇത് മൊത്തം തരാം. അവൻ പുള്ളിയുടെ ഈ കാശില്ലാതെ പുള്ളി ഞെരങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ സാത്താൻ. സാത്താൻ പൈസ ഇല്ലാതെ ഞെരങ്ങിക്കൊണ്ടിരിക്കുകയല്ല. സാത്താൻ നമ്മുടെ ധനത്തെ തൊടുകൾ ഞാൻ പറയുകയല്ല, കാരണം തൊടും. അതുകൊണ്ടാണല്ലോ ഇയ്യോബിൻ്റെ സമ്പത്തിനെ കയറി തൊട്ടതിൻ്റെ പുറകിലെ ഉദ്ദേശം എന്താണെന്നറിയോ? സാമ്പത്തിക ഇല്ലാതെ വരുമ്പം നീ ദൈവത്തിനെതിരെ പിറുപിറുക്കും. ആ പിറുപിറുപ്പാണ് സാത്താൻ്റെ ലാഭം. ദൈവത്തിനെതിരെ നിന്നെ കൊണ്ടൊരു വാക്ക് പറയിപ്പിക്കാൻ വേണ്ടി ചിലപ്പോൾ ദൈവം സാത്താൻ നിൻ്റെ സമ്പത്തിനെയൊക്കെ തൊടും. അല്ലാതെ വിചാരം എന്തിനാ നിൻ്റെ സമ്പത്ത്? അപ്പോൾ എല്ലാ ധനനഷ്ടങ്ങളും സാത്താൻ വരുത്തുന്നതല്ല. പിന്നെ ധനനഷ്ടം, സാമ്പത്തിക ഞെരുക്കം ബാലശിക്ഷയിൽപ്പെടുന്നതാണ്. ആമോസിൻ്റെ പ്രവചനം പഴയ നിയമത്തിൽ നിന്ന് നോക്കാം. ആമോസിൻ്റെ പ്രവചനം 4-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളുടെ എല്ലാ പട്ടണങ്ങളിലും ഞാൻ നിങ്ങൾക്ക് പല്ലിൻ്റെ വെടുപ്പും എല്ലായിടത്തും അപ്പത്തിൻ്റെ കുറവ് വരുത്തിയിട്ടും നിങ്ങൾ എങ്കലേക്ക് തിരിഞ്ഞില്ല. ഓക്കെ, ദൈവം പറയാണ്, ഞാൻ നിങ്ങളുടെ അപ്പത്തിന് കുറവ് വരുത്തി, നിൻ്റെ വീട്ടിൽ കടുത്ത ക്ഷാമം വരുത്തിയെന്ന്, എന്നിട്ടും നിങ്ങൾ എങ്കലേക്ക് തിരിഞ്ഞില്ല. അപ്പോൾ ക്ഷാമം വരുത്തിയതിൻ്റെ പുറകിലെ ഉദ്ദേശം എന്തായിരുന്നു? നീ ദൈവത്തെങ്കിലേക്ക് തിരിയണം. അടുത്ത പറയുക, കൊയ്ത്തിന് ഇനി 3 മാസമുള്ളപ്പോൾ ഞാൻ നിങ്ങളുടെ മഴ മുടക്കിക്കളഞ്ഞു. കൊയ്ത്തിന് 3 മാസം കൂടെ ഉള്ളൂ. ആ മഴ മുടങ്ങിപ്പോയാൽ കൊയ്യേണ്ടതെല്ലാം കരിഞ്ഞു പോകും, കൊയ്ത്ത് കിട്ടുകയില്ല. പക്ഷേ 3 മാസമുള്ളപ്പോൾ മഴ അങ്ങ് മുടക്കി എന്ന് പറഞ്ഞാൽ വിതച്ചതൊന്നും കിട്ടുന്നില്ല, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് ഇങ്ങോട്ടൊന്നുമില്ല, കടുത്ത ഞെരുക്കം. ഒരു പട്ടണത്തിൽ മഴ പെയ്ച്ചു, മറ്റേ പട്ടണത്തിൽ മഴയില്ല. ഒരു കണ്ടത്തിൽ മഴ പെയ്തു, നിൻ്റെ കണ്ടത്തിൽ മഴയില്ല. ഉണ്ടോ? അങ്ങനെ നിങ്ങൾ താഴോട്ട് വായിച്ചാൽ മതി. ഇതിൻ്റെ എല്ലാ അവസാനം പറയുന്നത്, എന്നിട്ടും നിങ്ങൾ എങ്കലേക്ക് തിരിഞ്ഞില്ല. എന്താ അതിൻ്റെ അർത്ഥം? സാമ്പത്തിക ഞെരുക്കങ്ങൾ, നിൻ്റെ കയ്യിൽ കിട്ടേണ്ട നന്മകൾ പലതും നിൻ്റെ കയ്യിൽ കിട്ടാതെ ഭൗതികമായൊക്കെ നീ ഞെരുങ്ങിയതിൻ്റെ പുറകിലെ മർമ്മം ബാലശിക്ഷയാണ്. ഉപവാസം 3 ഇരുന്നത് കൊണ്ടോ 21 വെച്ചത് കൊണ്ടോ പ്രവാചകനെ വിളിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. പ്രവാചകന്മാരൊന്നും ഇപ്പോൾ ഈ പാപം വെളിപ്പെടുത്തുന്നില്ല, ആരും വെളിപ്പെടുന്നില്ലെന്നാണ് പറയുന്നത്. ഉണ്ടായിരിക്കാം, പക്ഷെ വളരെ കുറവാണ്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, പരിശുദ്ധാത്മാവ് പറയുന്നു, കുഞ്ഞെ, ആ സാമ്പത്തിക ഞെരുക്കം മാറണമെങ്കിൽ പലിശയ്ക്ക് കാശെടുത്ത് നീ മുടിയത്തേ ഉള്ളൂ. നീ സ്വയം അത് പരിഹരിക്കാൻ നോക്കിയാൽ പിന്നെ ദൈവസന്നിധിയിൽ സറണ്ടർ ചെയ്യ്.
നീ ദൈവം തന്ന നന്മ ദൈവത്തിൻ്റെ ഹിതമല്ലാതെ എവിടെയെങ്കിലുമൊക്കെ ചെലവഴിച്ചെങ്കിൽ ഏറ്റുപറയുക. സാമ്പത്തിക മേഖലയിൽ വരുന്ന നഷ്ടം, ഞെരുക്കം, ബാലശിക്ഷയിൽപ്പെടും. ഏറ്റുപറഞ്ഞ് മടങ്ങി വന്നാൽ നിനക്കതിനകത്തുനിന്നൊരു വിടുതലുണ്ടാവും. വേറെ ഓപ്ഷൻ ഇല്ല. 3, ബാലശിക്ഷയിൽപ്പെടുന്ന മൂന്നാമത്തെ കാര്യമാണ് ആത്മസന്തോഷം നഷ്ടപ്പെട്ടു പോകും. ആത്മസന്തോഷം നഷ്ടപ്പെട്ടു പോകും. സങ്കീർത്തനം 51:12. സങ്കീർത്തനം 51:12. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സുരക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. പാപം ചെയ്തതിന് ശേഷം പശ്ചാത്താപത്തോടുകൂടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദാവീദ് പാടിയ സങ്കീർത്തനമാണ്. ഗുരുതരമായ പാപം ദാവീദ് ചെയ്തു. മറ്റൊരുത്തൻ്റെ ഭാര്യയെ അവരെ കൊന്നിട്ട് കവർന്നെടുത്ത ഗുരുതരമായ പാപം. 1 വർഷത്തോളം ആ പാവം മറച്ചു വെക്കുകയും ചെയ്തു. നാഥാൻ ആ പാപത്തെ പൊളിച്ചു. പക്ഷേ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ആത്മസന്തോഷം നഷ്ടപ്പെട്ടു. യോഗത്തിന് വരുന്നുണ്ടോ? ഉണ്ട്. പ്രസംഗിക്കുന്നുണ്ടോ? പിന്നെ ഒത്തുവാക്യമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ആർക്കാ പ്രസംഗിക്കാൻ വയ്യാത്ത? പ്രവചിക്കുന്നുണ്ടോ? പിന്നെ ബൈബിളിലെ വാക്യങ്ങളൊക്കെ കാണാറിയാമെങ്കിൽ ആരെങ്കിലുമൊക്കെ തലയൊക്കെ വെച്ച് പറഞ്ഞുകൂടെ പ്രവചനം പോലെ? പക്ഷെ അകത്തൊരു സന്തോഷമില്ല. ഏത്? രക്ഷയുടെ സന്തോഷം. ചുമ്മാ അവിടെ പോയി ഇരിക്കുന്നു, വരുന്നു. നിനക്ക് ദൈവ സാന്നിധ്യം എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ചർച്ചിൽ ചെന്നിരിക്കുന്ന സമയം മുതൽ വാച്ച നോക്കിക്കൊണ്ടിരിക്കുക, എപ്പോൾ തീരും. കാരണം സന്തോഷമില്ല. ദാവീദിനും നഷ്ടപ്പെട്ടു പോയി ആത്മസന്തോഷം. ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവമേ, നിൻ്റെ ആത്മാവിനെ എങ്കിൽ നിന്ന് എടുക്കരുത്. ആ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. തിരികെ തരണമെന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയി. അതാ പറഞ്ഞത്, തിരികെ തരണമേ. രക്ഷ നഷ്ടപ്പെട്ടെന്നല്ല ഞാൻ പറഞ്ഞത്, രക്ഷയുടെ സന്തോഷം. ഒരാളെന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു, എനിക്കൊന്നിലും സന്തോഷിക്കാൻ കഴിയുന്നില്ല. ഭാര്യയുണ്ട്, മക്കളുണ്ട്, നല്ല ജോലിയുണ്ട്, പക്ഷേ പുള്ളിക്കൊരു ഹാപ്പിനെസ് ഇല്ല. ഞാൻ പറഞ്ഞു, ബ്രദർ, പാപമേറ്റു പറയുക. എവിടെയെങ്കിലും നമ്മളറിയാതെ മറഞ്ഞു കിടക്കുന്ന പാപം കാണും. പിശാചത് മറച്ചു വെക്കും, നീ ഓർക്കത്തുമില്ല. നീ അത് ക്ലിയറാക്കിയാൽ നിൻ്റെ സന്തോഷം തിരിച്ചു കിട്ടും. ഇന്ന് രാത്രിയിൽ ആ ബാലശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ദൈവത്തോട് പറയാം, ദൈവമേ, മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ എന്നെ ഗ്രഹിപ്പിച്ചു. അത് ഗ്രഹിച്ച് നീ ഏറ്റുപറഞ്ഞ് മടങ്ങി വന്നാൽ, നീ രക്ഷിക്കപ്പെട്ട സമയത്ത്, ആത്മസ്നാനം പ്രാപിച്ച സമയത്ത് നീ അനുഭവിച്ച ആത്മീക സന്തോഷം നിന്നിൽ മടങ്ങി വരും. അതേറ്റു പറയാത്തിടത്തോളം കാലം നിനക്കത് അനുഭവിക്കാൻ കഴിയുകയില്ല. സ്തോത്രം. 4, ബാലശിക്ഷയിൽപ്പെടുന്ന 4-ാമത്തെ കാര്യം, നമ്മെ ഉറ്റു സ്നേഹിക്കുന്നവരുടെ വേർപാടാണ്. നമ്മെ ഉറ്റു സ്നേഹിക്കുന്നവരുടെ വേർപാടാണ്.
സ്തോത്രം. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നിങ്ങൾ ഏത് പാപം ചെയ്താലും ദൈവം ക്ഷമിക്കും. ശ്രദ്ധിച്ചോണേ ഈ സ്റ്റേറ്റ്മെൻറ്റ്. ഏത് പാപം ചെയ്താലും ക്ഷമിക്കും. 70 7000 അല്ല, എത്ര വട്ടം ചെയ്താലും ക്ഷമിക്കും. പക്ഷെ ശിക്ഷ ഒന്നും പിൻവലിക്കത്തില്ല. നിങ്ങൾ ഇന്നൊരു പാപം ചെയ്തു, ദൈവത്തോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു, ദൈവം ക്ഷമിക്കും. പക്ഷെ ആ പാപത്തിൻ്റെ ശിക്ഷ ദൈവം പിൻവലിക്കുകയല്ല. അത് ജഡത്തിൽ അനുഭവിച്ചേ മതിയാകൂ. അതാ ബാലശിക്ഷ. ദാവീദ് പാപം ചെയ്തു, ദൈവം ക്ഷമിച്ചില്ലേ? ക്ഷമിച്ചല്ലോ, ദാവീദിനെ ക്ഷമിച്ചു. പക്ഷെ ശിക്ഷ പിൻവലിച്ചോ? ശിംശോൻ പാപം ചെയ്തു, ദൈവം ക്ഷമിച്ചില്ലേ? അതിൻ്റെ അടയാളമില്ല. രണ്ടാമതൊരിക്കൽ കൂടെ ശക്തി ചോദിച്ചപ്പോൾ കൊടുത്തില്ലേ? പക്ഷേ ശിക്ഷ പിൻവലിച്ചില്ല. ശത്രുക്കളുടെ കൂടെ മരിക്കുവാൻ വിട്ടുകൊടുത്തു. ഇവിടെ എന്താ ഉറ്റവരുടെ വേർപാട് വന്നത്? ബാലശിക്ഷയിൽപ്പെടുന്നതാ. എന്താ? പാവത്തിലൂടെ ജനിച്ച ആ കുഞ്ഞിന് വേണ്ടി ദാവീദ്, എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ, ഇതുവരെ ഉപസിക്കാത്തവരെ ഉപസിച്ച് കാണും, ഇതുവരെ കരയാത്തവരെ കരഞ്ഞു കാണും. പക്ഷേ കൊച്ചു മരിച്ചുപോയി. കണ്ടോ? എത്ര ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടും ആ കൊച്ചിനെ തിരിച്ചു പിടിക്കാൻ ദാവീദിന് കഴിഞ്ഞില്ല. അത് മാത്രമല്ല, തുടർന്നങ്ങോട്ട് നിങ്ങൾ പഠിച്ചാൽ ദാവീദിൻ്റെ മക്കളിൽ ഭൂരിഭാഗം ആളുകൾ മരിക്കുകയായിരുന്നു. അബ്ശാലോമിനെ പട്ടിയെ തല്ലിക്കൊല്ലുന്ന പോലെ കരുവേലകത്തിന് ചുറ്റും നിന്ന ആളുകൾ മുടിയിൽ തൂങ്ങിക്കിടന്നവനെ തല്ലിക്കൊന്നു. വേറൊരു മകനുണ്ടായിരുന്നു അമ്നോൻ, അവനെയും കൊന്നു. എനിക്ക് തോന്നുന്നു ശലോമോൻ ഒഴിച്ച് ബാക്കി ഒരുമാതിരിപ്പെട്ടവരെയൊക്കെ കൊന്നു. ശലോമോനെതിരെ നിന്നൊരു പാർട്ടി ഉണ്ടായിരുന്നു, അദ്ദേഹത്തെയും ഫൈനലി. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ദാവീദ് ഗൃഹത്തിൽ നിന്ന് വാളുപോയില്ല. ഉറ്റവരുടെ വേർപാട് ബാലശിക്ഷയിൽപ്പെടുന്നതാണെന്ന് ദാവീദിൻ്റെ ജീവിത ചരിത്രം വ്യക്തമാക്കുന്നു. ഒരു കാര്യം കൂടെ പറയാം. അഞ്ചാമത്തെ കാര്യം, ബാലശിക്ഷയിൽപ്പെടുന്നൊരു കാര്യമാണ് പെട്ടെന്നുള്ള മരണം. എല്ലാ മരണവുമില്ല, ബാലശിക്ഷയിൽപ്പെടുന്ന ചിലത് പെട്ടെന്നുള്ള മരണമുണ്ട്. അതുകൊണ്ടാണ് ദാവീദ് പാപം ചെയ്തതിന് ശേഷം ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥിച്ചത്, ദൈവമേ, ആയുസിൻ്റെ മധ്യത്തിൽ വെച്ച് എന്നെ എടുക്കരുതേ ദൈവമേ. എടുക്കും. ഭയന്നുപോയി. ദാവീദിനെപ്പോലെ ദൈവത്തിൻ്റെ ഏറ്റവും അടുത്ത ആളായിട്ട് പോലും ഇത്രയും ഭയപ്പെടണമെങ്കിൽ നമ്മൾ എത്ര ഭയപ്പെടണം? ഹൃദയപ്രകാരമൊക്കെയുള്ള ആളാണ്, പക്ഷേ പാപം കണ്ടാൽ കോംപ്രമൈസ് ഇല്ല ദൈവത്തിന്. അവിടെ പാസ്റ്ററെന്നോ പ്രവാചകനെന്നോ ദൈവത്തിനില്ല. സ്വന്തം പുത്രനിൽ പാപം കണ്ടിട്ട് പോലും, പുത്രനിൽ പാപം കണ്ടത് നിമിത്തം മാറി മുഖം തിരിച്ച പിതാവാണ് നമ്മുടെ ദൈവം. പാപത്തോട് കോംപ്രമൈസ് ഇല്ല. നിങ്ങളോടും എന്നോടുമുള്ള സന്ദേശമാണിത്. ഉണർവിനകത്തും ബഹളങ്ങൾക്കകത്തും പോകുമ്പോൾ മറന്നു പോകരുത്, പാപത്തെ ലഘൂകരിക്കരുത്. ഒന്നുകൂടെ ഇറങ്ങി പറയാം. എല്ലാ മരണങ്ങളും, പെട്ടെന്നുണ്ടാകുന്ന എല്ലാ മരണങ്ങളും ബാലശിക്ഷയല്ലെങ്കിലും ഇതതിനകത്ത് ഉൾപ്പെടുന്നു. ചില ആളുകൾ പാപം ചെയ്യും, ദൈവം ബാലശിക്ഷ കൊടുക്കുമ്പോൾ ഏറ്റുപറയും, പശ്ചാത്തപിക്കും, മടങ്ങി വരും.
വീണ്ടും അതേ പാപം എന്തു ചെയ്യും? വീണ്ടും ദൈവം ബാലശിക്ഷ കൊടുക്കും, മടങ്ങി വരും. പക്ഷേ പൂർണ്ണമായി ഇതിനകത്തൊന്നും മാറുന്നില്ല. എന്ന് പറഞ്ഞാൽ പാപം ഏറ്റുപറയുന്നുണ്ട്, ഉപേക്ഷിക്കുന്നില്ല. ഇവൻ പാപത്തിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ഒരാളുടെ ശരീരത്തിനല്ല ആത്മാവിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഇവൻ ഇങ്ങനെ പാപത്തിൽ തുടർന്നാൽ അവൻ്റെ നിത്യത നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദൈവം എന്തു ചെയ്യും? ഈ തുടരുന്നവനോട് പറയും, ഇനി പോരാൻ പറയും. അങ്ങനെങ്കിലും അവൻ്റെ ആത്മാവിനെ അവിടെ കാണുമല്ലോ. പെട്ടെന്നുള്ള മരണം. സ്നേഹിതരെ, നിൻ്റെ വാക്കിലോ പ്രവൃത്തിയിലോ ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ ബിഹേവിയർ കൊണ്ടോ ഒരു പാപം വന്നിട്ട് അതിനകത്ത് പശ്ചാത്തപിച്ച് മടങ്ങി വരാതെ അതിൽ സ്വയം ന്യായീകരിച്ച് നീതീകരിച്ച് മറ്റുള്ളവരുടെ മേൽ ചുമത്തി ആ പാപം മറച്ചു വെച്ച് നീ മുന്നോട്ട് പോയാൽ അധികകാലം ഓടുകയല്ല. ദൈവം എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല, ഞാൻ എല്ലാത്തിലും ഓക്കെയാ കുഞ്ഞേ, കുഴപ്പമില്ലാത്തതല്ല. ദൈവം നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക, ബാലശിക്ഷയ്ക്ക് മുമ്പ് നീ തിരിച്ചു വരുമോ എന്നറിയാൻ. തിരിച്ചു വരുന്നില്ലെങ്കിൽ, പണ്ട് ഞാൻ പറയാറുണ്ട്, എല്ലാ മീനും ഇടുന്ന പോലല്ല വാളയെന്ന് പറയുന്ന മീൻ ചൂണ്ടയിടുന്നത്. സാധാരണ മീൻ ചെറിയ ചൂണ്ടയാണെങ്കിൽ വാളയ്ക്കൊരു 3.5 മീറ്റർ നീളമുള്ള ചൂണ്ടയാണ്. വാള അറിയുന്നില്ല, 3.5 മീറ്റർ നീളമുള്ള ചൂണ്ടയും കൊത്തിക്കൊണ്ടാണ് പോകുന്നത്. പലരും ചൂണ്ടയും കൊത്തിക്കൊണ്ടാണ് നടക്കുന്നത് ഇപ്പോഴും. ദൈവം വിചാരിച്ച സമയമായിട്ടും നീ ഏറ്റു പറയുന്നില്ലെങ്കിൽ ഒരു പിടിയുണ്ട്, പെടലി പറഞ്ഞു പോകും. നീ കൊത്തിയ ചൂണ്ടയുടെ അറ്റം അവൻ്റെ കയ്യിലിരിക്കുക. ഇന്ന് രാത്രിയിൽ അപ്പാ പറ്റിപ്പോയി, ഇന്ന് ഈ വചനം നിങ്ങൾ കേൾക്കേണ്ടതല്ല. ഞാൻ ഒരിക്കലും ഇന്നത്തെ ക്ലാസ്സിന് അവൈലബിൾ അല്ലായിരുന്നു. പിന്നെ എനിക്ക് തോന്നി, എന്നും ഷിവ്പാസ് ചോദിക്കുമ്പോൾ എങ്ങനെ പറ്റുകയെന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഓക്കെ പറഞ്ഞ കാര്യം, എനിക്കൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ ഇത് തന്നെ പറയാൻ എൻ്റെ ഉള്ളിൽ പ്രേരണ തോന്നിയത് ഒരുപക്ഷെ നിങ്ങളോടും എന്നോടുമുള്ള സന്ദേശമായിരിക്കാം. ആത്മാവ് പറയുന്നത്, കുഞ്ഞേ, ഇന്ന് നീ ഇത് കേൾക്കാൻ കാരണം നിനക്കൊരു ചാൻസ് കൂടെ തരിക ദൈവം. നിനക്കൊന്ന് മടങ്ങി വരാനും നിനക്കൊന്ന് തിരിച്ചു വരാനും ദൈവം ഒരവസരം കൂടെ ദൈവം തരികയാണ്. സ്തോത്രം. ഇതെല്ലാം ബാലശിക്ഷയ്ക്ക് എത്തപ്പെടുന്ന കാര്യങ്ങളാണ്. ഞാൻ ഊഹാപോഹമല്ല പറഞ്ഞതെല്ലാം വാക്യസഹിതം തെളിയിച്ചാണ് പറഞ്ഞത്. സ്തോത്രം. അതുമാത്രമല്ല, യോഹന്നാൻ്റെ ലേഖനം വളരെ വ്യക്തമായി പറയുന്നുണ്ട്, മരണത്തിനുള്ള പാപമുണ്ട്, മരണത്തിനല്ലാത്ത പാപമുണ്ട്. എന്താ ഈ മരണത്തിനുള്ള പാപം? എന്താ ഈ മരണത്തിനല്ലാത്ത പാപം? സ്തോത്രം. സ്തോത്രം. മരണത്തിനുള്ള പാപവും മരണത്തിനല്ലാത്ത പാപവും, അങ്ങനെ 2 തരത്തിൽ പാപത്തെ തിരിച്ച് യോഹന്നാൻ പഠിപ്പിക്കുന്നുണ്ട്. സ്തോത്രം. ദൈനംദിന ജീവിതത്തിൽ അറിയാതെ വന്നു പോകുന്ന പാപങ്ങളാണ് മരണത്തിനല്ലാത്ത പാപങ്ങൾ. അത് ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ചാൽ ദൈവം അത് ക്ഷമിക്കും. 1 യോഹന്നാൻ 2:1 പറയുന്നു, കുഞ്ഞുങ്ങളെ, നിങ്ങൾ വല്ല തെറ്റിലും അകപ്പെട്ടാൽ നിങ്ങൾക്ക് വേണ്ടി ഒരു മധ്യസ്ഥൻ ഉയരത്തിലുണ്ടെന്ന് പറയുന്നതിൻ്റെ കാര്യം, ദൈനംദിന ജീവിതത്തിൽ മനുഷ്യനല്ലേ, സംസാരത്തിലും നോട്ടത്തിലും ചിന്തയിലൊക്കെ പാപം വന്നു പോകും. അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ ദൈവം ക്ഷമിക്കും നിശ്ചയമായും. അതാണ് മരണത്തിനല്ലാത്ത പാപം. മരണത്തിനുള്ള പാപം എന്താണ്? മരണത്തിനുള്ള പാപം എന്ന് പറഞ്ഞാൽ ക്രമേണ മരണത്തിലേക്കൊരു വ്യക്തിയെ നയിക്കുന്ന പാപങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം.
ക്രമേണ മരണത്തിലേക്ക് ഒരു വ്യക്തിയെ നയിക്കുന്ന പാപങ്ങൾ. മരണത്തിനുള്ള പാപം ഉണ്ടെന്ന് യോഹന്നാൻ പറഞ്ഞെങ്കിലും അതിൻ്റെ ലിസ്റ്റൊന്നും യോഹന്നാൻ പറഞ്ഞില്ല. വേദപുസ്തകം പരിശോധിച്ചാൽ യോഹന്നാൻ ലിസ്റ്റ് പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് മരണത്തിനുള്ള പാപങ്ങൾ എന്തൊക്കെയാണ്. ഞാനതിൻ്റെ ഒരു ലിസ്റ്റ് ഇപ്പോൾ പറയുന്നില്ല. നിങ്ങൾ റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ അവസാനം പൗലോസ് കുറേ ലിസ്റ്റ് പറയുന്നുണ്ട്. നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു നോക്കിയാൽ മതി. ക്ലിയർ ആയില്ലെങ്കിൽ ഞാൻ അടുത്ത ആഴ്ച അതൊന്നുകൂടെ പറയാം. അപ്പോൾ മരണത്തിനുള്ള പാപങ്ങൾ. അപ്പോൾ 2 ന്യായവിധികൾ നമ്മളിപ്പോൾ കണ്ടു. ഒന്ന് കഴിഞ്ഞ കാലത്തെ പാപത്തിൻ്റെ ന്യായവിധി, അത് കർത്താവ് ക്രൂശിൽ ചെയ്തു. 2 പുത്രൻ എന്ന നിലയിൽ ഇന്ന് നമുക്കുള്ള ന്യായവിധി. ഇനി 3-ാമത്തെ ന്യായവിധിയാണ് ദാസൻ എന്ന നിലയിൽ ഭാവിയിൽ നടക്കാൻ പോകുന്ന ന്യായവിധി. ദാസൻ എന്ന നിലയിൽ ഭാവിയിൽ നടക്കാൻ പോകുന്ന ന്യായവിധി. ആ ന്യായവിധിയുടെ പേരാണ് ക്രിസ്തുവിൻ്റെ ന്യായാസനം. നമ്മൾ അടുത്ത ക്ലാസ്സിൽ ദൈവം അനുവദിച്ചാൽ, അടുത്ത ക്ലാസ് കൊണ്ട് തീരുവാണെങ്കിൽ നമ്മൾ ആ വിഷയം സംസാരിക്കും. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് നമ്മുടെ ജീവിതം, വിശുദ്ധ ജീവിതം നയിച്ച് മുന്നോട്ട് പോകാൻ കർത്താവ് സഹായിക്കട്ടെ. തലകൾ വണക്കാം, കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, നസ്രയനായ യേശുവിൻ നാമത്തിൽ ഈ പ്രിയപ്പെട്ടവരുമായ അല്പനിമിഷം നിങ്ങളുടെ വചനം ധ്യാനിപ്പാൻ നൽകുന്ന അവസരത്തിനായി സ്തോത്രം. ഇത് കേട്ട എല്ലാവരുടെയും ഹൃദയത്തിൽ വചനം ഒരു ഭയമായും അപ്പോൾ തന്നെ ദൈവത്തെങ്കിലേക്ക് എടുക്കാനുള്ള മുഖാന്തരമായും തീരുവാൻ പ്രാർത്ഥിക്കും. ആരും ശിക്ഷാവിധിയിലകപ്പെടാതിരിക്കേണ്ടതിന് ഈ വചനത്താൽ എല്ലാവരെയും ശുദ്ധീകരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കും. ഈ പ്രിയപ്പെട്ടവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കും. പ്രാർത്ഥനകൾക്കും അത്ഭുതം ചെയ്യും യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവദാസനുണ്ടോ? ഇല്ല. ആശീർവാദത്തോടെ പിരിയാം. പിതൃപുത്ര പരിശുദ്ധാത്മാകാം ത്രിയേക ദൈവത്തിൻ്റെ കൃപയും സമാധാനങ്ങളും ആശീർവാദങ്ങളും പ്രാർത്ഥിച്ച വിഷയങ്ങളോടും കേട്ട ദൈവവചനത്തോടും പിരിയുന്ന നാം ഓരോരുത്തരോടും ദൂരത്തും ചാരത്തുമുള്ള എല്ലാ വിശുദ്ധന്മാരോടും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2-ാമത്തെ മേഘപ്രത്യക്ഷത വരെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. യേശു ക്രിസ്തു മുഖാന്തരം ചെയ്ത പിതാവിനെ ശക്തിയോടെ സ്തുതിക്കാം. അല്ലേലൂയ, അല്ലേലൂയ, അല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. എല്ലാവർക്കും വന്ദനം, നന്ദി. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളം സഹായിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു ആൻഡ് താങ്ക് യു. താങ്ക് യു സർ.